തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. വിവാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ തൃശൂർ പൂരം ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. തൃശൂരിന്റെ റെയിൽവേ വികസനത്തിന് മതിയായ പ്രാധാന്യം നൽകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിനുള്ള വോട്ടല്ല, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണെന്ന ചിന്തയാണ് വോട്ടർമാരിൽ ഉണ്ടാകേണ്ടതെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ക്ലാസിക്കൽ നൃത്തകലാകാരന്മാർ പൊതുവേദികളിലടക്കം വിവേചനം നേരിടുന്നതായി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി. സീരിയൽ അഭിനേതാക്കൾക്ക് ലഭിക്കുന്ന പരിഗണന ക്ലാസിക്കൽ കലാകാരന്മാർക്ക് ലഭിക്കുന്നില്ലെന്നും ക്ഷേമാവതി. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ അഗ്നിബാധ. തീ നിയന്ത്രണ വിധേയമാക്കാനായത് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ 4 പശുക്കൾ ഷോക്കേറ്റ് ചത്തു. പശുക്കൾക്ക് ഷോക്കേറ്റത് തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനിൽ നിന്ന്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. കനകമല കുരിശുമുടിയിലേക്ക് ആയിരങ്ങൾ മല കയറി. വിശദമായ വാർത്തകളിലേക്ക്. പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഇക്കാലത്ത് തൃശൂർ പൂരം ഒരു തരത്തിലുമുള്ള വിവാദങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. 61ാമത് തൃശൂർ പൂരം എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തൃശൂർ പൂരം വരുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾക്ക് വിധേയമാകാതെ തൃശൂർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പൂരമായി മാറ്റാൻ കൂട്ടായ ശ്രമമുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം പുതിയ കാഴ്ചപ്പാടിലേക്ക് മാറേണ്ട കാലം കഴിഞ്ഞുവെന്നും തൃശൂർ പൂരം ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ MK വർഗീസ് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു വിശിഷ്ടാതിഥിയായിരുന്നു. TN പ്രതാപൻ MP, P ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് A രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, പൂരം എക്സിബിഷൻ കമ്മിറ്റി അംഗങ്ങൾ, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എന്ന തിരക്കുകൾക്കിടയിൽ എത്തിച്ചേരാൻ പറ്റും. ഈ പൂരത്തിന് നേതൃത്വം നൽകുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും പൂരത്തിൽ പങ്കാളികളാകുന്ന മറ്റ് പൂര കമ്മിറ്റികളുമെല്ലാം ചേർന്ന് ഏറ്റവും ശ്രദ്ധയോടെ ഈ എക്സിബിഷനെയും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ കൊടുത്ത ഉറപ്പിന്റെ തൃശൂരിന്റെ റെയിൽവേ വികസനത്തിന് മതിയായ പ്രാധാന്യം നൽകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. NDA തൃശൂർ ലോക്സഭാ മണ്ഡലം വികസനരേഖ ചർച്ച തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ നിന്നും ഗുരുവായൂരിൽ എത്തി നിൽക്കുന്ന റെയിൽവേ ലൈൻ തിരുനാവായിലേക്ക് ദീർഘിപ്പിക്കും. തൃശൂർ ഗുരുവായൂർ ലൈൻ ഇരട്ടിപ്പിച്ച് ഹൈസ്പീഡ് റെയിൽ ആക്കി മാറ്റാനും പദ്ധതിയൊരുക്കും. എൻ്റെ രാഷ്ട്രീയത്തിനുള്ള വോട്ടല്ല, എൻ്റെ ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ് എന്ന ചിന്തയാണ് വോട്ടർമാരിൽ ഉണ്ടാകേണ്ടതെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ ഒരു കുത്തൊഴുക്കുണ്ടാക്കി, രാഷ്ട്രത്തിന് വേണ്ടി ഒരു ഭരണം അത് സാധ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ ഹൃദയം സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഓരോ ഇലക്ഷനും ഒരു ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരൻ ചിന്തിക്കാൻ. ജനങ്ങളുടെ പണം, ചുങ്കപ്പണം പിരിച്ച് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ അതിൻ്റെ അവസാനത്തെ പെനി വരെ ജോലി ചെയ്യും. ആ ജോലി ചെയ്യിക്കുന്നവനായിരിക്കണം ഭരണകർത്താവ്. അല്ലാതെ അപ്പം തന്നെ എൻ്റെ യൂണിയൻ, അവരുടെ യൂണിയൻ അങ്ങനെ വിചാരിക്കുന്നവരാവരുത് ഭരണകർത്താക്കൾ. ജനങ്ങളുടെ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ അവരുടെ ലീഡറായിരിക്കണം ഭരിക്കുന്ന, തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയും. തൃശൂരിനെ അന്തർദേശീയ കൾച്ചറൽ സെൻ്ററാക്കി ഉയർത്തുക, തൃശൂരിനെ എയിംസ് സാധ്യമാക്കുക, തൃശൂരിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതകളെ 4 വരിയാക്കി വികസിപ്പിക്കുക, തൃശൂർ നഗരത്തിലെ കുടിവെള്ള വിതരണം, ജലമലിനീകരണം തടഞ്ഞ് അതേ ജലം റീസൈക്ലിംഗ് വഴി പുനരുപയോഗത്തിന് വിനിയോഗിക്കുക, ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി പൂരങ്ങളെയും ഉത്സവങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, തീരദേശ റെയിൽവേ തുടങ്ങി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ വികസന നയരേഖ ചർച്ചയിൽ ഉയർന്നു വന്നു. നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് വികസന രേഖയായി പ്രസിദ്ധീകരിക്കും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഡോക്ടർ M മോഹൻദാസ്, NDA തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ അതുല്യ ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.
ക്ലാസിക്കൽ നൃത്ത കലാകാരന്മാർ പൊതുവേദികളിലടക്കം വിവേചനം നേരിടുന്നതായി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി. സിനിമ സീരിയൽ അഭിനേതാക്കൾക്ക് ലഭിക്കുന്ന പരിഗണന ക്ലാസിക്കൽ കലാകാരന്മാർക്ക് ലഭിക്കുന്നില്ലെന്നും ഈ ദുരവസ്ഥ മാറണമെന്നും ക്ഷേമാവതി. തൃശൂർ കലാസദൻ സംഘടിപ്പിച്ച നൃത്ത കലാധ്യാപകർക്കുള്ള ആദരണീയം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഗുരുവായൂർ, ഇരിങ്ങാലക്കുട അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പോലും സ്വന്തമായി പണം ചെലവഴിച്ച് നൃത്തം അവതരിപ്പിക്കേണ്ട അവസ്ഥയാണുള്ളത്. വർഷങ്ങളോളം നൃത്തം അഭ്യസിച്ചും ജീവിതം അതിനായി സമർപ്പിച്ചവരുടെയും ദുരവസ്ഥയാണിത്. കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി നമ്മൾ പരിപാടി നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വലിയ വലിയ അമ്പലങ്ങളും എടുത്തു നോക്കും. ഗുരുവായൂരാണെങ്കിലും ഇരിഞ്ഞാലക്കുടയാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ നിന്ന് കുറച്ച് പോലും പൈസ കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കേണ്ടി വരും എന്നൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു സീരിയലോ ഒരു സിനിമയോ അഭിനയിച്ച് കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് ഇഷ്ടം പോലെ കിട്ടും. അവർക്ക് അവിടെ ഡാൻസ് നന്നാവണമെന്നൊന്നും ഉണ്ടാവില്ല. ആ ആൾ വന്ന് ഇന്നാൾ കളിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. നമുക്കുണ്ടാകുന്ന ഒരു ദുരാവസ്ഥ ഇതാണ്. അപ്പം അതിന് ആദ്യമൊരു പോംവഴി കാണേണ്ടതുണ്ട്. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം വളർന്നു വന്നതുകൊണ്ടാണ് ഇന്നും ചിട്ടയോടുകൂടി ആ സ്ഥാപനം നടക്കുന്നതും അതിലെ ഓരോ കുട്ടികളും അതിമനോഹരമായി പഠിച്ച് പുറത്തിറങ്ങുന്നതും. ആദ്യകാലത്ത് ആൺഗുരുക്കന്മാരുടെ മികച്ച അധ്യാപനവും കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ ടീച്ചർ ചിട്ടയും നല്ല ശാസ്ത്രീയ പഠന രീതിയും മോഹിനിയാട്ടത്തിന് ഉണ്ടാവണമെന്നും കൂട്ടിച്ചേർത്തു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആരെന്ത് ചോദിച്ചാലും പറയാനും എന്തുകൊണ്ടാണ് നിങ്ങളതങ്ങനെ ആ ഡാൻസിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുണ്ടാവണം. അങ്ങനെ വേണം നമ്മൾ ഓരോ ഐറ്റം കൊറിയോഗ്രാഫി ചെയ്യുവാനായിട്ട്. അപ്പം അതിൻ്റെ ശാസ്ത്രവശങ്ങളൊക്കെ അറിഞ്ഞു തന്നെ വേണം ചെയ്യാൻ. തൃശൂർ കാത്തലിക് പാസ്റ്ററൽ സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ കലാമണ്ഡല ഹുസ്ന ബാനു, കലാലയം സുബ്രഹ്മണ്യൻ, ജോബ് മാസ്റ്റർ അടക്കമുള്ള ജില്ലയിലെ 40ഓളം നൃത്ത കലാധ്യാപകരെ ടീച്ചർ ആദരിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. കലാസദൻ പ്രസിഡന്റ് ബാബു ജെ കവലക്കാട്ട്, സെക്രട്ടറി ഫാദർ ജിയോ തെക്കിനിയത്ത്, നൃത്തവിഭാഗം കൺവീനർ ഫാദർ അജിത് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. ചെവൂർ സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വീരൻ പള്ളിൽ എന്ന ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഉരുപ്പടികളും ഫർണിച്ചറും കത്തി നശിച്ചു. തൃശൂർ ഫയർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അഗ്നിബാധയിൽ 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ 4 പശുക്കൾ തൊഴുത്തിൽ ഷോക്കേറ്റ് ചത്തു. വല്ലച്ചിറക്കാരൻ തോമസിന്റെ വീട്ടിൽ 5 പശുക്കളിൽ 4 പശുക്കളാണ് ചത്തത്. പശുക്കളെ കറവ നടത്തിക്കൊണ്ടിരിക്കെയാണ് തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനിൽ നിന്ന് ഷോക്കേറ്റ് തോമസിന്റെ ദേഹത്തേക്ക് പശുക്കൾ വീണത്. വീഴ്ചയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ പശുക്കളുടെ ഇടയിൽപ്പെട്ട തോമസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവം അറിഞ്ഞ് CC മുകുന്ദൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, KSEB ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ പശുക്കളെ തൊഴുത്തിൽ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പശുക്കളുടെ ജഡങ്ങൾ സംസ്കരിച്ചു. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചു റാണിയുമായി സംസാരിച്ച് സർക്കാരിൽ നിന്ന് ധനസഹായം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. യേശുക്രിസ്തുവിന്റെ ജെറൂസലം പ്രവേശനത്തെ ജനങ്ങൾ രാജകീയമായി വരവേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിക്കുന്നത്. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാണ് വിശുദ്ധ വാരാചരണത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ സ്മരിക്കുക. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്തും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാർ പൂളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും മുഖ്യ കാർമ്മികരായി. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന തിരുനാളിൽ ക്രിസ്തുവിന്റെ കുരിശാരോഹണത്തിന്റെ ത്യാഗസ്മരണ പുതുക്കി കനകമല കുരിശുമുടിയിലേക്ക് ആയിരങ്ങൾ മല കയറി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പൂളി കണ്ണൂക്കാടൻ മഹാതീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് തിരിതെളിയിച്ചു. മോൺസിഞ്ഞോർ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷനായിരുന്നു. കൊടകര ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി, തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേലി, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ മരിയ, കൈക്കാരൻ ജിജോ ചാത്തൂലി,
PRO ബിജു ചുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടെ മല കയറിയ ബിഷപ്പ് കുരിശുമുടിയിൽ ദിവ്യബലി അർപ്പിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ, ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക എന്നിവർ സഹകാർമ്മികരായി. ഏപ്രിൽ 7 നടക്കുന്ന വിശ്വാസ പ്രഖ്യാപന തിരുനാളോടെ കനകമല തീർത്ഥാടനത്തിന് സമാപനമാകും. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. കാട്ടിങ്ങച്ചിറ സ്വദേശി ഏർവാടിക്കാരൻ വീട്ടിൽ 43 വയസ്സുള്ള ഷാനവാസാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിൽ മെറീന ആശുപത്രിക്ക് സമീപത്തെ പെട്രോൾ പമ്പിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. സ്കൂട്ടറിൽ എത്തിയ ഷാനവാസ് കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ നൽകാൻ തയ്യാറായില്ല. ക്യാൻ കൊണ്ടുവന്നാൽ പെട്രോൾ നൽകാമെന്ന് പറഞ്ഞ് സമീപത്തെ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ ജീവനക്കാരൻ മാറിയ സമയത്ത് പെട്രോൾ എടുത്ത് തലയിലൂടെ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. മണ്ണുത്തി നെല്ലങ്കരയ്ക്ക് സമീപം കുറ്റമുക്ക് റോഡിൽ പാടശേഖരത്തിന് സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് മൃതദേഹം കണ്ടത്. ആക്രി സാധനങ്ങൾ പെറുക്കി നടക്കുന്ന ആളാണ്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തമിഴ്നാട് സ്വദേശിയാണെന്നാണ് പ്രാഥമിക നിഗമനം. അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. വയറിന്റെ ഭാഗത്ത് കുത്തുകൊണ്ട മുറിവുണ്ട്. ശരീരത്തിൽ മറ്റ് പല ഭാഗത്തും പരിക്കുകൾ ഉള്ളതായി പരിശോധനയിൽ കണ്ടെത്തി. മോഷണ ശ്രമത്തിനിടെ മർദ്ദനമേറ്റതാകാൻ സാധ്യതയുണ്ടെന്നും വാഹനാപകടത്തെ തുടർന്ന് പരിക്കേറ്റതാകാൻ സാധ്യതയുള്ളതായും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു. തൃശൂർ നെല്ലിക്കുന്നിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. നെല്ലിക്കുന്ന് സ്വദേശികളായ ഐനിക്കൽ വീട്ടിൽ റീന, സിസിലി, ഫെയ്ത്ത്, ഫെസ്റ്റസ്, ബെഞ്ചമിൻ, ഡ്രൈവർ ജിജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. വാഹനത്തിൽ കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ഇത് പ്രഖ്യാപിക്കുവാൻ അനുവദിക്കുകയില്ലെന്നും അറിയിച്ച വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ MM സലീം രംഗത്തെത്തിയതാണ് ബഹളത്തിനും വാക്കേറ്റത്തിനും ഇടയാക്കിയത്. വായിച്ചുകൊണ്ടിരുന്ന പേരുകൾ രേഖപ്പെടുത്തിയ കടലാസ് സലീം ബലമായി പിടിച്ചെടുത്ത് ചുരുട്ടിയെറിഞ്ഞു. ഇതേ തുടർന്ന് പ്രകോപിതരായ നേതാക്കളും പ്രവർത്തകരും സലീമിന് നേരെ തിരിഞ്ഞു. ഉദ്ഘാടകനായി എത്തിയ KPCC സെക്രട്ടറി ജോൺ ഡാനിയലിന്റെ സാന്നിധ്യത്തിലാണ് സംഘർഷം ഉണ്ടായത്. ജോൺ ഡാനിയൽ ഇടപെട്ട് പിന്നീട് രംഗം ശാന്തമാക്കിയതിനു ശേഷം ലിസ്റ്റ് അവതരിപ്പിച്ചു. സലീമിന്റെ നടപടിക്കെതിരെ KPCCക്കും DCCക്കും പരാതി നൽകുമെന്ന് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മാർഗദർശക മണ്ഡലം കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സന്യാസി സംഗമം തൃശൂർ തെക്കേ ഗോപുരനടയിൽ സംഘടിപ്പിച്ചു. മാർഗദർശക മണ്ഡൽ പ്രസിഡന്റ് സ്വാമി ചിദാനന്ദപുരി അധ്യക്ഷനായിരുന്നു. മാർഗദർശക മണ്ഡലം സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം പ്രതിനിധി സ്വാമി നന്ദാത്മജാനന്ദ, വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് P മോഹൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിലും പരമ്പരകളിലുമുള്ള 400-ലേറെ സന്യാസിമാർ, ബ്രഹ്മചാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സന്യാസി സംഗമത്തിന് മുന്നോടിയായി സ്വരാജ് റൗണ്ട് ചുറ്റി നാമജപ ഘോഷയാത്രയും നടന്നു. ജീവിതം വെള്ളത്തിലായില്ലേ എന്ന് ചോദിച്ചാൽ ചങ്കരംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ചിരിക്കും. ജീവിതത്തിന്റെ ആഴങ്ങളിൽ പലവട്ടം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജലാശയങ്ങളുടെ ആഴങ്ങൾ അശോകന് പച്ചവെള്ളം പോലെയാണ്. എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും, പാട്ടുപാടും, ഭക്ഷണം കഴിക്കും. നാട്ടുകാരെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതാണ് അശോകന്റെ വെള്ളത്തിലെ ജീവിതം. 70-ാം വയസ്സിലും കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് അശോകൻ നടത്തുന്നത്. പാതി ഉറച്ച നീന്തൽ പാഠങ്ങളുമായി 15-ാമത്തെ വയസ്സിൽ BM കായലിൽ ഇറങ്ങിയ അശോകന് ജലദേവത നല്ലൊരു പാഠം ചൊല്ലിക്കൊടുത്തു. വശമില്ലാത്ത കാര്യം ചെയ്യരുത്. ഈ വെള്ളം കണ്ടപ്പോൾ നീന്തളം തോന്നി. ലാസ്റ്റ് എന്തായെന്നറിയും, മുങ്ങി മരിക്കേണ്ട ഗതികേടെത്തി. അപ്പോൾ ഭാഗ്യത്തിന് ഈ പടിഞ്ഞാറ് നോക്കുമ്പോൾ തെങ്ങ് ഉണ്ട്. അങ്ങനെ നീന്തി രക്ഷപ്പെട്ട്, അങ്ങനെ മരത്തുനിന്ന് രക്ഷപ്പെട്ടപ്പോഴേക്ക് തോന്നി ഇത് നന്നായിട്ട് പഠിക്കണം,
ഇത് തലമുറകൾക്ക് കൈമാറണം, കുട്ടികൾക്ക് മരണത്തിന് രക്ഷപ്പെടാൻ നല്ലൊരു വകുപ്പാണ് എന്ന് കണ്ടിട്ട് ഫ്രീ അലൗഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. 300 ജില്ല കുളങ്ങളിലും 27 പുഴകളിലും കിടന്ന് മുങ്ങിയും പൊങ്ങിയും ഒരുവിധം കരക്കെത്തിയ അശോകൻ ആ ജലപാഠം ഉൾക്കൊണ്ടു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലെടുത്ത ശബ്ദമാണ് ഇന്നത്തെ അഭ്യാസിയിലേക്കുള്ള വഴിയൊരുക്കിയത്. അന്ന് തുടങ്ങിയ നീന്തൽ പരിശീലനം പിന്നീട് ജലത്തിന് മുകളിലുള്ള പലവിധ അഭ്യാസ പാഠങ്ങളിലേക്ക് കടന്നു. മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവിട്ട് നേടിയെടുത്ത മെയ്വഴക്കം ഈ പ്രായത്തിലും അശോകൻ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും എത്ര മണിക്കൂർ വേണമെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ ചിലവഴിക്കും. താല്പര്യമുള്ളവർക്ക് നീന്തൽ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്നും ഇദ്ദേഹം തയ്യാറാണ്. ഇദ്ദേഹം സ്കൂള്, കോളേജ് ഉള്ള ഈ പ്രദേശങ്ങളിലെ കുളങ്ങള്, സ്വിമ്മിംഗ് പൂള് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം കൂടി കൊടുക്കാൻ തയ്യാറാണ് ഈ മനുഷ്യൻ. അനേകം പേർ ഇതിനകം അശോകന്റെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന് നീന്തൽ അഭ്യസിച്ചിട്ടുണ്ട്. TCV കുന്നംകുളം. ആറാട്ടുപുഴ പൂരത്തിനായി കൊണ്ടുവന്ന ആന അനുസരണക്കേട് കാണിച്ചത് പരിഭ്രാന്തി പരത്തി. ക്ഷേത്രത്തിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ തളച്ചിട്ടിരുന്ന വടക്കുനാഥൻ ശിവൻ എന്ന ആനയാണ് ഓടി അനുസരണക്കേട് കാണിച്ചത്. പാപ്പാന് വീണ് നിസ്സാര പരിക്കേറ്റു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. വെള്ളിയാഴ്ച രാത്രി തറയ്ക്കൽ പൂരത്തിന് ശേഷം ആനകൾ തമ്മിൽ കൊമ്പുകോർത്ത് വിരണ്ടോടിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ചേലക്കര അന്തിമഹാകാളൻ കാവ് വേല ആഘോഷം സമാപിച്ചു. കെട്ടുകാളകളെ തോളിലേറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കാളവേലകൾ കാവ് കയറി. പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തൂന്നൂർക്കര, കുറുമല തുടങ്ങി 5 ദേശങ്ങൾക്ക് പുറമെ മറ്റ് വേലകളും വിവിധ കാഴ്ചകളും കാവിലെത്തിയിരുന്നു. വേലയുടെ മുഖ്യ ചടങ്ങുകളിലൊന്നായ കാളിദാരിക തേർത്തിട്ടിലേറിയുള്ള വരവും നടന്നു. വേലയ്ക്ക് വെടിക്കെട്ട് തുടർച്ചയായി 2ാം വർഷവും നടക്കാതിരുന്നത് തട്ടകദേശക്കാരെയും ഉത്സവപ്രേമികളെയും നിരാശരാക്കി. ചൂണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്ററാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത്. സ്ഥാപനത്തിൽ സ്ഥിരമായി പഴകിയ ഇറച്ചി വിൽപ്പന നടത്തുന്നതായുള്ള പരാതികളെ തുടർന്നാണ് ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കുന്നംകുളം സബ് ഇൻസ്പെക്ടർ AA ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗവും സംയുക്ത പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നിന്നുള്ള ദുർഗന്ധം രൂക്ഷമായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പഴകിയ ഇറച്ചി കണ്ടെത്തി. പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ഹെഡ് ക്ലാർക്ക് G ശാന്തി, ക്ലാർക്ക് CS ആര്യ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് S കണ്ണൻ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ചെറുത്തുരുത്തി തെക്കേ കരയമൽ വീട്ടിൽ അലി ബാബു എന്ന അലിയെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിനെ ആക്രമിക്കുകയും ജഡ്ജിയെ അസഭ്യം പറയുകയും ചെയ്ത കേസുകളിലെ പ്രതിയാണ് അലി ബാബു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഇഫ്താർ സംഗമവും റമദാൻ പ്രഭാഷണവും സംഘടിപ്പിച്ചു. ചെമ്പുക്കാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന സംഗമത്തിൽ അഡ്വക്കേറ്റ് UDF തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി K മുരളീധരൻ, TN പ്രതാപൻ, CPI നേതാവ് KP രാജേന്ദ്രൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, വ്യവസായ പ്രമുഖർ പങ്കെടുത്തു. കൂർക്കഞ്ചേരി മഹൽ ഖത്തീബ് സൈഫുദ്ദീൻ അൽ ഖാസിമി റമദാൻ പ്രഭാഷണം നടത്തി. സംഘടനാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി ആരംഭിക്കുന്ന കൗൺസിൽ ഫോർ എറ്റേണൽ എംപതി എന്ന സർവീസ് സെന്ററിന്റെ ലോഗോ പ്രകാശനവും റമദാനോടനുബന്ധിച്ച് നിർധനരായവർക്ക് നൽകുന്ന പുതുവസ്ത്രങ്ങളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MM ഹാരിസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, ജില്ലാ പ്രസിഡന്റ് CB കുഞ്ഞി മുഹമ്മദ്, ജില്ലാ ജനറൽ സെക്രട്ടറി MM ജലീൽ എന്നിവർ നേതൃത്വം നൽകി. പുഴയ്ക്കലിൽ ചാമ്പക്ക പറിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീണയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. KA ജോൺസണെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. ചാമ്പക്ക മരത്തിൽ നിന്ന് 35 അടി താഴ്ചയുള്ള കിണറ്റിലാണ് ഇയാൾ കാൽവഴുതി വീണത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് നെറ്റ് റോപ്പ് ഉപയോഗിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. തൃശൂർ ഫയർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS നവാസ്, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ TK പ്രതീഷ്, G പ്രമോദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി.
ട്രെയിനിൽ നിന്ന് വീണ് 2 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാലാ സ്വദേശി അതുൽ, പത്തനംതിട്ട സ്വദേശി അംജിത്ത് ശശി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച പുലർച്ചെ വിയൂർ ചെമ്പിശ്ശേരി മേൽപ്പാലത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം. ട്രെയിനിന്റെ പടിയിൽ ഇരിക്കുകയായിരുന്ന ഇരുവരും ഉറക്കത്തിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹപാഠികൾ ട്രെയിൻ ചങ്ങല വലിച്ച് നിർത്തിയ ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസിൽ നിന്നാണ് ഇരുവരും വീണത്. പെരിങ്ങോട്ടുകര കരുവാൻകുളത്തിൽ കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ കിണറ്റിൽ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. അടുത്തിരുത്തി കുട്ടമംഗലം സ്വദേശി പോക്കാക്കില്ലത്ത് അബ്ദുൾ റഷീദാണ് മരിച്ചത്. കരുവാൻകുളത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ വെച്ചാണ് സംഭവം. കിണറ്റിൽ ഓക്സിജൻ ഇല്ലാത്തത് മൂലം റഷീദ് വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുടുംബി സമുദായക്കാരുടെ പ്രധാന ഉത്സവമായ മഞ്ഞോണം നിറങ്ങളിൽ കുളിച്ച് ആഘോഷിച്ചു. ഹോളി ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നിറങ്ങളിൽ കുളിച്ചുള്ള ആഘോഷങ്ങൾ നടന്നത്. നെയ്തക്കുടി, ചെന്തുരുത്തി മേഖലകളിലാണ് മഞ്ഞക്കുളി ആഘോഷങ്ങൾ നടക്കുന്നത്. നെയ്തക്കുടിയിൽ ഞായറാഴ്ച ആഘോഷങ്ങൾ നടത്തിയപ്പോൾ ചെന്തുരുത്തിയിൽ തിങ്കളാഴ്ചയാണ് ചടങ്ങുകൾ നടക്കുക. കൊങ്ങിണി ഭാഷയുമായി സാമ്യമുള്ള ഭാഷയിലാണ് ഇവരുടെ പാട്ട്. വീടുകളിൽ തയ്യാറാക്കിയ ഗുരുതി ജലത്തിൽ കുളിച്ചെത്തുന്ന ഭക്തർ പ്രത്യേകമായി ഒരുക്കിയ വഞ്ചിയിലുള്ള നിറം കലർത്തിയ വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചു. കൂടാതെ തീർത്ഥമായി പാത്രങ്ങളിൽ പകർത്തി വീടുകളിൽ കൊണ്ടുപോയി ഉപയോഗിക്കും. നെയ്തക്കുടിയിലെ ആൽത്തറയുടെ പരിസരത്താണ് ചടങ്ങ് നടന്നത്. ആൽത്തറ വലം വെച്ച് നാളികേരം അടിച്ച ശേഷമാണ് മഞ്ഞക്കുളി നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി വിവാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ തൃശൂർ പൂരം ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. തൃശൂരിന്റെ റെയിൽവേ വികസനത്തിന് മതിയായ പ്രാധാന്യം നൽകുമെന്ന മെട്രോമാൻ ഇ ശ്രീധരൻ. വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിനുള്ള വോട്ടല്ല, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണെന്ന ചിന്തയാണ് വോട്ടർമാരിൽ ഉണ്ടാകേണ്ടതെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ക്ലാസിക്കൽ നൃത്ത കലാകാരന്മാർ പൊതുവേദികളിലടക്കം വിവേചനം നേരിടുന്നതായി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി. സീരിയൽ അഭിനേതാക്കൾക്ക് ലഭിക്കുന്ന പരിഗണന പോലും ക്ലാസിക്കൽ കലാകാരന്മാർക്ക് ലഭിക്കുന്നില്ലെന്നും ക്ഷേമാവതി. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ അഗ്നിബാധ. തീയെ നിയന്ത്രണ വിധേയമാക്കാനായത് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ 4 പശുക്കൾ ഷോക്കേറ്റ് ചത്തു. പശുക്കൾക്ക് ഷോക്കേറ്റത് തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനിൽ നിന്ന്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. കനകമല കുരിശുമുടിയിലേക്ക് ആയിരങ്ങൾ മലകയറി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.